മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു വലിയ നടനാണ് മമ്മൂട്ടി. ഞങ്ങളൊക്കെ, അതായത് പ്രായം കുറഞ്ഞവരൊക്കെ മമ്മൂക്കാന്ന് വിളിക്കും, ഞങ്ങളൊക്കെ മമ്മൂസേന്ന് വിളിക്കുന്ന, വളരെ സ്നേഹത്തോടെ മമ്മൂസേന്ന് വിളിക്കുന്ന മമ്മൂട്ടി. അദ്ദേഹം എത്ര നല്ല നല്ല ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അമരത്തിലെ കഥാപാത്രം, അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ. മമ്മൂട്ടിയുടെ കൂടെ എനിക്കും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മമ്മൂട്ടി നമ്മുടെ അഭിമാനം തന്നെയാണ്. സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ സിനിമാ കുടുംബത്തിലെ മൂത്ത മോനാണ് മമ്മൂസ്. ഞാൻ ആദ്യം കാണുന്നത് IV ശശിയുടെ തൃഷ്ണ എന്ന സിനിമയുടെ സെറ്റിലാണ്. അപ്പോൾ എനിക്ക് ജോഡിയായിട്ട് അഭിനയിച്ചത് ജോസ് പ്രകാശായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കാൻ ഇറങ്ങുമ്പോൾ ഒരാൾ ഓടിക്കൊണ്ടിങ്ങനെ വരുന്നു, യാതൊരു കൂസലും ഇല്ലാതെ. അതിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ യാതൊരു സഭാകമ്പവും ഇല്ലാതെ വളരെ തൻ്റെ ഇടത്തോടു കൂടി വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു നടനെ പോലെയായിരുന്നു ഫസ്റ്റ് ഷോട്ട് അഭിനയിച്ചത്. അപ്പോഴേ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, അപ്പോൾ ആരോ പറഞ്ഞു വക്കീലാണ്, സിനിമയോടുള്ള താല്പര്യം കൊണ്ട് വക്കീൽ പണിയൊക്കെ കളഞ്ഞിട്ട് വന്ന ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ ഞാൻ മമ്മൂസിൻ്റെ കൂടെ ചെയ്ത പടങ്ങളിൽ എനിക്കേറെ ഇഷ്ടം അരയന്നങ്ങളുടെ വീടാണ്. അത് ശരിക്കും പറഞ്ഞാൽ ലാലിനോട് ഒത്ത് അഭിനയിക്കുന്നത് പോലെ തന്നെ ആ ഒരു സിനിമ എനിക്ക് വളരെയധികം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വാത്സല്യം, തനിയാവർത്തനം, മുമ്പ് പറഞ്ഞ പോലെ തനിയാവർത്തനം, അങ്ങനെ കുറേ വളരെ പണ്ടേ ഞാൻ മമ്മൂസിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതൊരു തമിഴ് ഡയറക്ടറായിരുന്നു, വിജയാനന്ദം എന്ന് പറഞ്ഞ്. ആ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. അതിൽ 2 മക്കളിൽ മമ്മൂസ് മൂത്ത മോനും രതീഷ് രണ്ടാമത്തെ മോനും ഞാനൊരു ജഡ്ജിൻ്റെ ക്യാരക്ടറായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ വളരെ പണ്ടേ മമ്മൂസിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് എന്തോ ഒരിക്കൽ ഒരു രസകരമായ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ള ഒരു സിനിമ ഏതാണെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റൂമിൽ തനിച്ചായപ്പോൾ ഒരു ശബ്ദം, പൊയ്ക്കൂടെ. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി, ആരോടായി പറയണേ, കേട്ടില്ലേ പൊയ്ക്കൂടേന്ന്. ഞാൻ ചോദിച്ചു, എന്നോടാണോ? എങ്ങോട്ട് പോകാൻ? അല്ല, കാലം കുറേ ആയില്ലേ, പൊയ്ക്കൂടേന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് സൗകര്യമില്ല. എന്തേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ്? എനിക്ക് മിസ്റ്റർ മമ്മൂട്ടിയുടെ പേരായിട്ട് അഭിനയിക്കണം, എന്നിട്ടേ ഞാനിവിടുന്ന് പോകും. അങ്ങനെ ഒരു തമാശ ഉണ്ടായിട്ടുണ്ട്, ചുമ്മാ വെറുതെ ഒരു തമാശ. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, മമ്മൂട്ടി ഭയങ്കര പരുക്കനാണ്, ജാടയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ എനിക്കറിയാവുന്ന മമ്മൂട്ടി, സിനിമയിലെ എൻ്റെ മൂത്ത മകൻ ഒരിക്കലും അങ്ങനെ ഒരാളല്ല. നല്ല മനസ്സുള്ളവനാണ്. കൈ അഴിഞ്ഞ് ഒരുപാട് പേരെ സഹായിക്കും. പക്ഷേ ഇതൊന്നും ആരും അറിയില്ല, ആരോടും പറയില്ല. അതാണ് മമ്മൂട്ടിക്കുള്ള ഗുണം. എനിക്കറിയാം മമ്മൂട്ടി അങ്ങനെ ഒരു പരുക്കനോ ജാടക്കാരനോ ഒന്നുമല്ല സത്യത്തിൽ. പിന്നെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങൾ ഓരോ തരത്തിലാണല്ലോ. ഉള്ളത് തുറന്നു പറയും, അത് ചിലർക്ക് ഇഷ്ടമാവില്ല, അതാണ് സത്യം.